പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി ഇന്നത്തെ ഈ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവശാസ്ത്രത്തിലെ വിവിധ വിഷയങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ദിവസങ്ങൾ മുൻപ് നമ്മൾ കേട്ട ഖൗദാശിക ദൈവശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് സഭ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ത്യാഗം ലോകത്തെ വീണ്ടെടുക്കാൻ പര്യാപ്തമായിരുന്നില്ലേ? ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ ചിലരെ ഉന്നയിക്കുന്നു. അത് നമ്മുടെയൊക്കെ മനസ്സിലും ചിലപ്പോൾ കിടപ്പുണ്ടാകാം. അപ്രകാരം ഒരു വിഷയമാണ് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്തകളിൽ വരുന്നത്. എന്തുകൊണ്ടാണ് എന്നും ബലിയർപ്പിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും ബലിയർപ്പിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിനെ വീണ്ടും നിങ്ങൾ എന്തിനാണ് എല്ലാ ദിവസവും തറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്? അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എങ്കിലും അങ്ങനെ ഒരു കളിയാക്കലിൻ്റെയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഈ കാര്യങ്ങളെ കാണാനും പരിഹസിക്കാനുമൊക്കെ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കുള്ള ഉത്തരം, കാൽവരിയിലെ തൻ്റെ ബലിയിലൂടെ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് ആവശ്യമായ സകല കൃപകളും യേശു നേടി എന്നുള്ളത് സഭ അടിവരയിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. യേശുവിൻ്റെ കാൽവരിയിലെ ബലിയിൽ സകല മനുഷ്യരുടെയും സകല പാപങ്ങളും ക്ഷമിക്കുവാനുള്ള കൃപ പിതാവായ ദൈവത്തിൽ നിന്ന് യേശു സ്വീകരിച്ചു അല്ലെങ്കിൽ നേടി എന്നുള്ളത് ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആരും നിഷേധിച്ചിട്ട് കാര്യവുമില്ല. അതോടൊപ്പം ഇത് വിശുദ്ധ കുർബാനയിലെ ത്യാഗത്തിൽ ബലിയിൽ നമ്മുടെ സഹകരണത്തോടെ സംഭവിക്കണം. അത് വീണ്ടും ഇന്നത് നമ്മളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ബലിയർപ്പിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സഭയിലെ അംഗങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ വിശ്വസിച്ച് ഞായറാഴ്ച കുർബാനയിലും ഇടദിവസത്തെ കുർബാനയിലുമൊക്കെ പങ്കെടുക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അത് സ്വായത്തമാകണമെങ്കിൽ, അവരുടെ ജീവിതത്തിൽ സ്വീകാര്യമായി തീരണമെങ്കിൽ, അവർ ഇന്ന് കുരിശിൽ നേടിയ ഈ കൃപകൾ നമുക്ക് ബാധകമാകണം, അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള അവസരമൊരുങ്ങണം. ക്രിസ്തു ബലിയർപ്പിച്ചു, പക്ഷേ അതിൻ്റെ ഫലം നമ്മൾ സ്വീകരിച്ചെങ്കിലേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കറിയാം, ഈ ലോകത്തിൽ 750 കോടി ജനങ്ങളുണ്ട്. ക്രിസ്തു ബലിയർപ്പിച്ചു, അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നൊരു കാര്യമല്ല. അത് സ്വീകരിച്ചെങ്കിൽ, അല്ലെങ്കിൽ അവരവരുടെ വ്യക്തി ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴേ അത് അവർക്ക് ലഭ്യമാവുകയുള്ളൂ. ഈ കൃപ അവരിലേക്ക്, അല്ലെങ്കിൽ അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് തീരുകയുള്ളൂ എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ മഹത്വീകരിക്കപ്പെട്ട ഒരു ക്രിസ്തു, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഈശോ മഹത്വീകൃതനായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. കുരിശിൽ തറയ്ക്കപ്പെട്ടു, ഈശോ മരിച്ചു, പക്ഷേ 3-ാം ദിവസം ഈശോ ഉത്ഥാനം ചെയ്തു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് സഭ വിശ്വസിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മഹത്വീകരിക്കപ്പെട്ട, അതിനുശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും തെറ്റിദ്ധാരണാ രൂപത്തിൽ ഈശോയെ വീണ്ടും കുരിശിൽ തറയ്ക്കുന്നു, അല്ലെങ്കിൽ കാൽവരിയിലെ ബലി വീണ്ടും ആ അർത്ഥത്തിൽ തന്നെ ആവർത്തിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള അവസരമാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സഭ എന്നും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ, കടപ്പെട്ട ദിവസങ്ങളിൽ, തിരുനാൾ ദിവസങ്ങളിൽ എല്ലാ വിശ്വാസികളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ഈ കൃപ അവരിലേക്ക് ഒന്നുകൂടി സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാന ആരാധനയുടെ, കൃതജ്ഞതയുടെ, അർപ്പണത്തിൻ്റെ, യാചനയുടെ, അപേക്ഷയുടെ, പ്രായശ്ചിത്തത്തിൻ്റെയൊക്കെ വിവിധ ഭാഗങ്ങൾ ഈ വിശുദ്ധ കുർബാനയിലുണ്ട്. ഒരു കാര്യം മാത്രമല്ല, ആ ബലി എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം അടങ്ങിയിരിക്കുകയാണ്. ദൈവത്തിന് ആരാധനയും കൃതജ്ഞതയും, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പ്രായശ്ചിത്തത്തിൻ്റെയും അനുതാപത്തിൻ്റെയും യാചനയുടെയും ഒക്കെ പ്രാർത്ഥനകളും ചിന്തകളും ഒക്കെ അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുകയാണ്. ഈ രഹസ്യങ്ങളെല്ലാം അതിനകത്തുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിശുദ്ധ കുർബാന ക്രിസ്തു പിതാവിന് സമർപ്പിക്കുന്ന ആരാധന, കൃതജ്ഞത, പ്രാർത്ഥന, യാതനകൾ, പരിഹാരം,
അനുരഞ്ജനം എന്നിവയുടെ തുടർച്ച. അത് കർത്താവിന്, പിതാവായ ദൈവത്തിന് യേശു സമർപ്പിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് നാം ഇന്ന് സഭയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സഭാ വിശ്വാസികൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ യേശുവിൻ്റെ കാൽവരിയിലെ ആ ബലി അത് വീണ്ടും ഇവിടെ സന്നിഹിതമാവുകയാണ്. ക്രിസ്തു സന്നിഹിതനായിക്കൊണ്ട്, ആ ബലിയിൽ സന്നിഹിതനായിക്കൊണ്ട് ആ ബലി അർപ്പിക്കുകയാണ്. നമുക്കറിയാം, അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ യേശുവിൻ്റെ ഈ പാപപരിഹാരവും അല്ലെങ്കിൽ യാചനയും പരിഹാരവും അനുരഞ്ജനവുമൊക്കെ നമ്മൾ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ യേശു മഹത്വീകൃതനായിരിക്കുന്നത് കൊണ്ട് വീണ്ടും ഈശോയെ പീഡിപ്പിക്കുകയോ കൊല്ലുകയോ വേദനിപ്പിക്കുകയോ ഒന്നുമല്ല അവിടെ സംഭവിക്കുന്നത്. മഹത്വീകരിക്കപ്പെട്ട യേശു അമർത്യനായി, ത്യാഗം സഹിക്കാനാവാത്തവനായി നമ്മളോടൊപ്പം പ്രത്യക്ഷപ്പെടുകയാണ്, നമ്മളോടൊപ്പം ആയിരിക്കുകയാണ്. ഇനി ഒരിക്കലും ഈശോയ്ക്ക് ത്യാഗം സഹിക്കാനായിട്ട് പറ്റുകയില്ല. യേശുവിനോട് ചേർന്ന് ഇന്ന് സഭയിലെ അംഗങ്ങളായ നമ്മളാണ് ത്യാഗങ്ങൾ സഹിക്കുന്നത്, പരിഹാരം ചെയ്യുന്നത്. യേശു ഇന്ന് മഹത്വീകൃതനായി പിതാവിനോടൊപ്പം ആയിരിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാന ഒരു യഥാർത്ഥ ബലി തന്നെയാണ്. പക്ഷേ അതൊരു പ്രതീകാത്മകമായ ബലിയല്ല, യഥാർത്ഥമായൊരു ബലി തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ആ ബലി വീണ്ടും നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് സഭാസമൂഹം മുഴുവൻ ചേർന്ന് ആ ബലിയിൽ പങ്കുകാരാവുകയാണ്. കാരണം കാൽവരിയിൽ തന്നെ ദാനം ചെയ്ത് സമർപ്പിച്ച അതേ യേശു ക്രിസ്തു ഇപ്പോൾ അൾത്താരയിൽ തന്നെ നമുക്കായി നൽകുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവ് നമ്മെ തന്നെ നൽകുകയാണ്. അതുകൊണ്ട് അതൊരു യഥാർത്ഥ ബലി തന്നെയാണ്. അത് പ്രതീകാത്മകമായ ഒരു അർപ്പണമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാനോ മാറ്റി നിർത്താനോ പാടില്ല. വിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ ആ ബലിയിൽ യേശു തന്നെയാണ് പുരോഹിതനായി സന്നിഹിതനാകുന്നത്. കർത്താവിൻ്റെ ആ ബലിയാണ്, യേശുവാകുന്ന പുരോഹിതൻ്റെ ബലിയാണ് നാം ഒന്ന് ചേർന്ന് അർപ്പിക്കുന്നത്. അതേ യേശു തന്നെയാണ് ബലിവസ്തു അഥവാ ബലിയർപ്പിക്കപ്പെടുന്ന വ്യക്തി. സിറോ മലബാർ സഭയുടെ കുർബാനയിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നു, പുരോഹിതൻ്റെ സ്ഥാനത്ത് യേശുവാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ബലി ആണ് അർപ്പിക്കുന്നത്. യേശുവിനെ തന്നെയാണ് ബലിവസ്തുവായിട്ട് സമർപ്പിക്കുന്നത്. അല്ലെങ്കിൽ അർപ്പിക്കപ്പെടുന്ന വ്യക്തി ഈശോ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ബലിക്ക് ഫലമുള്ളത്. വിശുദ്ധ കുർബാനയുടെ ഫലം അത് നമ്മൾക്ക് അനുഭവിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് ഞാനതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, അത് ഉൾക്കൊള്ളുമ്പോഴേ ആ ബലിയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ ബലിയുടെ യഥാർത്ഥ ഫലം ഉൾക്കൊള്ളുമ്പോഴേ അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ സ്വീകാര്യമായി തീരുകയുള്ളൂ. അല്ലാതെ ബലി അർപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, ക്രൈസ്തവ ദേവാലയങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും ബലിയർപ്പിക്കപ്പെടുമ്പോൾ ആ ബലിയിൽ പങ്കെടുക്കുന്നവർ ഒരുങ്ങി വേണ്ടത്ര പാപപരിഹാരം ചെയ്ത് പശ്ചാത്തപിച്ച് വിശുദ്ധിയിൽ കൃപാവരത്തിൽ ആ ബലിയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് വലിയ ഫലം കിട്ടുകയും, ഇല്ലാത്തവർക്ക് തൊട്ടടുത്ത് താമസിക്കുന്നവരുണ്ടാകാം, അടുത്ത മുറികളിൽ താമസിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ളവർ പല കാരണങ്ങളാൽ അവിടെയും ഇവിടെയുമൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള മറ്റു വ്യക്തികൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നില്ല. അതിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ ആ ബലിയുടെ യഥാർത്ഥമായ ഉദ്ദേശഫലം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. വിശുദ്ധ കുർബാനയിലെ ബലിയുടെ യഥാർത്ഥ ബലിവസ്തു, ബലിയർപ്പിക്കപ്പെടുന്ന വ്യക്തി യഥാർത്ഥ ശരീരരക്തങ്ങളോടെ അതേ യേശു തന്നെയാണ്. അപ്പോൾ കർത്താവ് തൻ്റെ ഈ ശരീരവും രക്തവും നമുക്കായി നൽകുന്ന ആ യേശു, ആ കുർബാനയിലെ യേശു, കാൽവരിയിലെ യേശു തന്നെയാണ്. അല്ലെങ്കിൽ ഓരോ കുർബാനയിലും യേശു തന്നെ പുരോഹിതനായി നമ്മൾക്കായി തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ചു നൽകുകയാണ്. അതാണ് കുർബാനയിലെ രഹസ്യം അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത്. ബലിയർപ്പണ രീതിയിൽ മാത്രമാണ് വ്യത്യാസം. വ്യക്തി അല്ലെങ്കിൽ പുരോഹിതൻ ക്രിസ്തു തന്നെയാണ്. കാൽവരിയിൽ ക്രിസ്തു ആയിരുന്നു, അതുപോലെ ഇവിടെയും അതുതന്നെയാണ്. പക്ഷേ ആ ബലിയർപ്പണ രീതിയിൽ മാത്രമാണ് മാറ്റം. അവിടെയാണ് ഈ വിശുദ്ധ കുർബാനയുടെ രഹസ്യം, അതിൻ്റെ ആന്തര അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന് കർത്താവ് നമ്മൾക്ക് ആ കാര്യങ്ങൾ, ഈ ദിവ്യ രഹസ്യങ്ങൾ, ഈ രക്ഷാകര രഹസ്യങ്ങൾ നമുക്കായി വെളിപ്പെടുത്തി തരണം. വിശുദ്ധ കുർബാനയിലെ ബലി ഒരു തരത്തിലും ക്രിസ്തു കുരിശിലർപ്പിച്ച ബലിയെ കുറച്ചു കാണിക്കുകയോ അതിനെ ബലഹീനമാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വീണ്ടും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ ബലിക്ക് ശക്തിയില്ലായിരുന്നു, ഫലമില്ലായിരുന്നു, അല്ലെങ്കിൽ അത് ബലഹീനമാണ്,
അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും നമ്മൾ അൾത്താരയിൽ ഈ ബലി അർപ്പിക്കുന്നത് എന്ന് ആരും വിചാരിക്കാൻ പാടില്ല എന്നും സഭ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും ആ ബലിക്ക് ശക്തിയില്ലാഴികയില്ല, ഫലമില്ലാഴികയില്ല. കത്തോലിക്ക മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിലെ ബലിയും ക്രിസ്തുവിൻ്റെ ബലിയും ഒരേ ബലി തന്നെ ആണ് എന്ന് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ്, ക്രിസ്തുവിൻ്റെ ബലിയും അൾത്താരേ ബലിയും ഒന്ന് തന്നെയാണ്. സഭയുടെ ഔദ്യോഗിക പഠനവും ഇപ്രകാരമാണ്. അപ്പോൾ കർത്താവ് കുരിശിൽ രക്തം ചിന്തി തൻ്റെ ശരീരവും രക്തവും നമുക്കറിയാം. പെസഹ തിരുനാളിൽ ശിഷ്യന്മാർക്ക്, അവിടെ കൂടിയിരുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് കർത്താവ് കൊടുത്തു. ആ ഒരു യാഥാർത്ഥ്യം വീണ്ടും നമ്മളിൽ കർത്താവ് സന്നിഹിതനായിക്കൊണ്ട്, നമ്മുടെ ബലിയിൽ യേശു സന്നിഹിതനായിരുന്നു കൊണ്ട് ക്രിസ്തു വിശുദ്ധ കുർബാനയിൽ വീണ്ടും കുരിശിൽ തറയ്ക്കപ്പെടുകയല്ല, പ്രത്യുത ക്രിസ്തുവിൻ്റെ കുരിശാരോഹണവും കുരിശുമരണവും വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാവുകയാണ് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും എന്നുള്ള ആ വാക്കൊരിക്കലും ഉപയോഗിക്കാനായിട്ട് പാടില്ല. വീണ്ടും കർത്താവ് ഒരിക്കലും കുരിശിൽ തറയ്ക്കപ്പെടുന്നില്ല. കർത്താവ് കാൽവരിയിലേക്ക് കുരിശുമായി ഇനി ഒരിക്കലും പോകുന്നില്ല. ഒരിക്കൽ ചെയ്തു, ആ ബലി തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. കർത്താവ് നമ്മളുടെ ബലിയിൽ, നമ്മുടെ ഞായറാഴ്ച കുർബാനയിൽ, നമ്മുടെ വിശുദ്ധ കുർബാന ആചരണത്തിൽ കർത്താവ് സന്നിഹിതനാവുകയാണ്. ആ ഒരു ദിവ്യ രഹസ്യം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് കാരണമുണ്ട്. നമുക്കറിയാം, ഇത് നമ്മൾ പറയുന്നതല്ല, സഭ പറയുന്നതല്ല, കർത്താവ് തന്നെ പഠിപ്പിച്ചതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ യേശു വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്, സമയമായപ്പോൾ ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം അവൻ പാനപാത്രമെടുത്ത് അരുളിച്ചെയ്തു എന്ന് പറഞ്ഞ വചനം തുടരുകയാണ്. സമയമായപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യണം. കർത്താവിൻ്റെ ആ വലിയ ഓർമ്മ, കർത്താവിൻ്റെ ആ ദിവ്യ രഹസ്യങ്ങൾ നമുക്ക് ഈശോ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് വളരെ വ്യക്തമായി ഈ ഒരു കാര്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ശരീരം ആയി ആ അപ്പമെടുത്തുയർത്തി കാണിച്ചുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ തീർച്ചയായും അത് സഭ ആവർത്തിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സഭയിൽ സംഭവിക്കേണ്ടതാണ് എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും കർത്താവ് അത് അക്കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭ വിശുദ്ധ കുർബാനയെ ഒരു ബലിയായിട്ട് കരുതിയിരുന്നു. ഇത് ഈ ആധുനിക നൂറ്റാണ്ടിലെ, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലെയോ 21-ാം നൂറ്റാണ്ടിലെയോ കണ്ടുപിടുത്തമായിട്ട് ആരും കരുതി വ്യാഖ്യാനിക്കേണ്ട. ഇന്നത്തെ ചില പണ്ഡിതന്മാർ, സഭാവിരോധികൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് എതിര് നിൽക്കുന്ന വ്യക്തികൾ പറഞ്ഞു പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, പുതിയ പഠനമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നതാണ്, പണ്ടെങ്കിലും ഇല്ലാതിരുന്നു. ആ രീതിയിൽ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. പറയുകയാണ്, വിശുദ്ധ കുർബാനയെ ഒരു ബലിയായി 1-ാം നൂറ്റാണ്ട് മുതൽ AD 70-നും 100-നും ഇടയ്ക്ക് എഴുതപ്പെട്ട ഡിഡാക്കെ, അല്ലെങ്കിൽ 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ഡിഡാക്കെ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. എന്ത്? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുക, നമ്മുടെ കർത്താവിൻ്റെ ദിവസം തന്നെ, അതായത് ഞായറാഴ്ച, അപ്പം മുറിക്കുന്നതിനും കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുന്നതിനും പൊതു കൂട്ടായ്മയിൽ ഒന്നു ചേരുക. പക്ഷേ നിങ്ങളുടെ ബലിയർപ്പണം സംക്ഷിപ്തമാകേണ്ടതിന് പാപങ്ങൾ ഏറ്റുപറയുക. സഹോദരനുമായി കലഹിക്കുന്നവെന്ന് പറഞ്ഞ ആ വാക്യം അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബലിയർപ്പണം സംശുദ്ധമായിട്ട് നിങ്ങൾ നടത്തണം, അതിന് പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറയണം. ബലിയർപ്പിക്കാൻ നിങ്ങൾ ഒരുങ്ങണം. പാപമുള്ളവൻ ബലിയർപ്പിക്കാൻ യോഗ്യനല്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ബലി ആണ് കർത്താവിൻ്റെ ഈ വിശുദ്ധ കുർബാനയെ ബലിയായിട്ട് തന്നെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ കണക്കാക്കിയിരുന്നത്. അത് ആ വിശുദ്ധ കുർബാന കർത്താവിൻ്റെ ബലി തന്നെയാണ്, വീണ്ടും ഒരു അർപ്പണമല്ല, വേറൊരു ബലിയല്ല എന്നിവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിശുദ്ധ കുർബാനയെ ബലിയായിട്ട് കണ്ടിരുന്നു, കർത്താവിൻ്റെ ബലിയായിട്ട് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞായറാഴ്ച തന്നെ ചേരണമെന്നും ബലിയർപ്പിക്കുവാനായിട്ട് നിങ്ങൾ ഒന്നുചേരുകയും പാപങ്ങൾ ഏറ്റുപറയുകയും സഹോദരനുമായി കലഹിച്ച് അനുരഞ്ജനപ്പെടാത്തവൻ ഈ ബലിയർപ്പിക്കാൻ യോഗ്യനല്ല എന്നും ദിഡാഖെ എന്ന, അല്ലെങ്കിൽ 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ എന്ന പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാനായിട്ട് പറ്റും,
ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുക, നിങ്ങളെല്ലാവരും അതുകൊണ്ട് ഒരു പൊതുബലിയർപ്പണം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഒരു ശരീരമേ ഉള്ളൂ, അവിടുത്തെ രക്തവുമായി ഐക്യപ്പെടുന്ന ഒരു പാനപാത്രമേ ഉള്ളൂ, ബലിയർപ്പണത്തിൻ്റെ ഒരേ ഒരു അൾത്താരേ ഉള്ളൂ. ഫിലാഡൽഫിയക്കാർക്ക് എഴുതിയ അദ്ദേഹം AD 110 എഴുതിയതാണ്. 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പുതിയ ഒരു പഠനമോ പഠിപ്പീരോ വിശദീകരണമോ വ്യാഖ്യാനമോ ഒന്നുമല്ല. ആദിമ നൂറ്റാണ്ടിൽ തന്നെ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലുമൊക്കെ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി സഭയുടെ പഠനങ്ങളിൽ അന്നത്തെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. വീണ്ടും മലാക്കിയുടെ വാക്കുകൾ ഉദ്ധരിച്ചതിന് ശേഷം രക്തസാക്ഷിയായ മാർട്ടിൻ പറയുകയാണ്, പ്രവാചകൻ എല്ലാ സ്ഥലത്തും അവിടത്തേക്ക് ബലികളർപ്പിക്കുന്ന നമ്മെക്കുറിച്ച് സംസാരിക്കുന്നു. അതായത് വിശുദ്ധ കുർബാനയിലെ അപ്പവും പാനപാത്രവും ട്രൈഫോയുമായുള്ള സംഭാഷണത്തിൽ അദ്ദേഹം AD 155 പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പം വിശുദ്ധ കുർബാനയെ ബലി അർപ്പണമായി അല്ലെങ്കിൽ ബലിയായിട്ട് രക്തസാക്ഷിയായ മാർട്ടിനും അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണത്തിൽ പറയുന്ന കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 155 അപ്പോൾ ആദിമ കാലഘട്ടത്തിൽ തന്നെ ഈ യേശുവിൻ്റെ അല്ലെങ്കിൽ നമ്മളിന്ന് അർപ്പിക്കുന്ന ഈ വിശുദ്ധ കുർബാന യേശുവിൻ്റെ ബലിയാണ്, അത് ബലിയാണ് എന്നുള്ള ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു അറിവ് അത് തീർച്ചയായും സഭയിൽ സ്വീകരിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ബലി എന്തിനാണ് വീണ്ടും അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും എന്തിനാണ് കുരിശിൽ തറയ്ക്കുന്നത് എന്നുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞു വന്നത്. വീണ്ടും ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കേവലം പ്രതീകാത്മകമോ അല്ലെങ്കിൽ ആധ്യാത്മികമോ ആണെന്ന് പ്രൊട്ടസ്റ്റൻ്റുകാർ വിശ്വസിക്കുമ്പോൾ ദിവ്യകാരുണ്യം യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരരക്തങ്ങളാണ് എന്ന് എന്തുകൊണ്ടാണ് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത്? പ്രതീകമാണെന്നോ അല്ലെങ്കിൽ ആത്മീയമായ സാന്നിധ്യമുള്ളൂ മാത്രമേ ഉള്ളൂ എന്നുമൊക്കെ പ്രൊട്ടസ്റ്റൻ്റ് സഭാവിഭാഗങ്ങൾ പഠിപ്പിക്കുകയും കത്തോലിക്കാ സഭയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അല്ലാതെ കുദാശയാണെന്നും അതിൽ കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം, യഥാർത്ഥമായ റിയൽ പ്രസൻസ് ഉണ്ട് എന്ന് പറയുന്നതിനെ അവർ നിഷേധിക്കുകയാണ്. നമ്മൾ കാണുന്ന അപ്പവും വീഞ്ഞും അത് വിശുദ്ധ കുർബാന അർപ്പിച്ച് പരിശുദ്ധാത്മാവ് വന്ന് അതിനെ വിശുദ്ധീകരിച്ചു കഴിയുമ്പോൾ ഇതെൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഈ ഓരോ വിശുദ്ധ കുർബാനയിലും അത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറുകയാണ്. പലർക്കും സംശയം ഉണ്ടാകുന്ന ഒരു ഭാഗമാണിത്. അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിക്കും, നമുക്കറിയാം. പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ന് മാലാഖ പരിശുദ്ധ അമ്മയോട് മറുപടി പറയുന്നുണ്ട്. അതുപോലെ സഭയിലും ഓരോ വിശുദ്ധ കുർബാനയിലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ അപ്പവും സമർപ്പിക്കപ്പെട്ട അൾത്താരയിൽ സമർപ്പിക്കപ്പെട്ട അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരരക്തങ്ങളായി, യഥാർത്ഥ ശരീരരക്തങ്ങളായിട്ട് മാറുകയാണ്. പ്രതീകങ്ങളായിട്ടല്ല. പ്രതീകാത്മകമായി ഇത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് എന്നല്ല പറയുന്നത് സഭ. ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ ഈശോ തന്നെ പറയുന്നുണ്ട്, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകും. അപ്പോൾ കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് മാറ്റം വരുത്താൻ നമുക്കാർക്കും പറ്റുകയില്ല. നമുക്കാർക്കും, സഭയ്ക്കോ സഭാധികാരികൾക്കോ സഭയിലെ വിശ്വാസികൾക്കോ മറ്റാർക്കും ഇതിനെ മാറ്റാനായിട്ട് പറ്റുന്നതല്ല. അപ്പവും വീഞ്ഞും മാംസരക്തങ്ങളായി തീരുന്നതിൻ്റെ ആ സിദ്ധാന്തം ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ നമ്മളതിന് പറയും. ആ ഒരു വലിയ യാഥാർത്ഥ്യം, യഥാർത്ഥ സാന്നിധ്യത്തിൻ്റെ സിദ്ധാന്തമെന്ന് ഇതിനെ നമുക്ക് പറയാൻ പറ്റും. കർത്താവിൻ്റെ ശരീരവും രക്തവും അല്ലെങ്കിൽ അത് യഥാർത്ഥ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ആ വലിയ സിദ്ധാന്തം, അത് സഭയുടെ വലിയൊരു പഠനമാണ്, പഠനത്തിൻ്റെ ഭാഗമാണ്. സഭാവിശ്വാസികളെ അത് പഠിപ്പിക്കുകയും വിശ്വസിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയുമാണ്. അതിനടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യം ഈശോ പറയുന്നു,
ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു. ആ വാക്കുകളാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് എടുക്കുക. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളും ഇത് തന്നെയാണ് കാണുന്നത്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. അവിടെയും യാതൊരു മാറ്റവുമില്ല ആ കാര്യത്തിൽ. ആ വചനങ്ങളിൽ, യേശുവിൻ്റെ വചനങ്ങളിൽ യാതൊരു മാറ്റവുമില്ല. വിശുദ്ധ ലൂക്കോസും ഏറെക്കുറെ ഇതേ വാക്കുകൾ അല്പം വ്യത്യാസ രീതിയിലാണെങ്കിലും ആവർത്തിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ലൂക്ക 22, 19, 20 തിരുവചനങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. അവിടെയും ഇത് കാണാനായിട്ട് പറ്റും. അപ്പോൾ 3 സുവിശേഷകന്മാരും സമവീക്ഷണ സുവിശേഷങ്ങളിൽ 3 പേരും, മത്തായി, മർക്കോസ്, ലൂക്ക, ഇതെടുത്തെടുത്ത് പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൽ തന്നെ അവസാന ഭാഗത്തേക്ക് പോകാതെ, അന്ത്യത്താഴ സമയത്തേക്ക് പോകാതെ തന്നെ വിശ്വാസത്തിൻ്റെയും നിഗൂഢ രഹസ്യത്തിൻ്റെ പശ്ചാത്തലം മാത്രം പറഞ്ഞുകൊണ്ട് യോഹന്നാനും ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ 48 മുതൽ 58 വരെയുള്ള ആ വചനഭാഗം നാം ഒന്നെടുത്ത് വായിക്കുന്നത് നല്ലതാണ്. ഈശോ വീണ്ടും 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 എടുത്തെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു തർക്കത്തിനും അല്ലെങ്കിൽ കർത്താവിൻ്റെ സജീവ സാന്നിധ്യം, യഥാർത്ഥ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലെ അപ്പത്തിലും വീഞ്ഞിലുമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണമെന്ന രീതിയിൽ ഈശോ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, വീണ്ടും വീണ്ടും എടുത്തു പറയുമ്പോൾ, പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ അടിവരയിട്ട് ഉറപ്പിക്കണമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അത് വിശദീകരിച്ച് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ശരീരമാണ്, എൻ്റെ രക്തമാണ് എന്ന് പറയുന്നതോടൊപ്പം ഇത് യഥാർത്ഥ പാനീയവും യഥാർത്ഥ ഭക്ഷണവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ കത്തോലിക്ക വിശ്വാസിക്കുമുള്ള വലിയൊരു ആഹ്വാനമാണ്. ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വലിയ വിശ്വാസം നമ്മൾ ഏറ്റുപറയണം. കർത്താവിൻ്റെ ആ സജീവ സാന്നിധ്യം പ്രൊട്ടസ്റ്റൻ്റുകാരെ നിഷേധിക്കുന്ന, അവർ വിശുദ്ധ കുർബാനയും മാമോദീസായും ഈ 2 കുദാശകൾ കുറേയൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും കത്തോലിക്കാ സഭയുടെ പഠനം അനുസരിച്ചല്ല, അല്ലെങ്കിൽ ആ പഠനത്തോട് ചേർന്നല്ല അവരുടെ പഠനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ വിശ്വാസ രീതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് വ്യത്യാസമിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു യാഥാർത്ഥ്യം സഭ അടിവരയിട്ട് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരും ഇതുതന്നെയാണ്. സ്ലീഹന്മാർ 4 പേര്, 3 സുവിശേഷകന്മാർ, പ്രത്യേകിച്ച് സമവീക്ഷണ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് കാണുന്നു. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 16-ാം തിരുവചനം, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ഇതൊരു വലിയ രഹസ്യമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈ പഠനം, കർത്താവിൻ്റെ രക്തത്തിലും കർത്താവിൻ്റെ ശരീരത്തിലുമുള്ള ഭാഗഭാഗിത്വം നമ്മൾ അപ്പം മുറിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വം നമ്മൾ പാനപാത്രം, അനുഗ്രഹത്തിൻ്റെ പാനപാത്രം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കർത്താവ് നൽകുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് ശ്ലീഹായും എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ നിയമ ഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോൾ ഓരോ ഗ്രന്ഥങ്ങളും അടിവരയിട്ട് എടുത്ത് പഠിപ്പിച്ചിരിക്കുന്ന ഒരു സത്യമാണ്. ആ സത്യത്തെയാണ് നിഷേധിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ അർത്ഥശൂന്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും വലിയ ഒരു യാഥാർത്ഥ്യം, ഇത്രയും വ്യക്തമായി പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഈ നിത്യസത്യത്തെക്കുറിച്ച് തെറ്റായ പഠനങ്ങൾ നടത്തി സഭാവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ ഇല്ലാതാക്കി കാണിക്കുവാനായിട്ട് ചില സഭാവിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. സഭയെ ജ്വലിപ്പിച്ച് നിർത്തുന്നത്,
സഭയെ ശക്തിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധിയോടെ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്ക് വിശുദ്ധരായിട്ട് തീരുകയാണ്. സഭയുടെ അടിസ്ഥാന ലക്ഷ്യവും അതുതന്നെയാണ്. എല്ലാവരെയും വിശുദ്ധീകരിക്കുക, ആത്മാക്കളുടെ രക്ഷ, ഒരുവൻ പോലും നശിച്ചു പോകരുത്. അതിനുള്ള ഏറ്റവും എളുപ്പമാർഗമെന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായ യോഗ്യതയോടെ, പൂർണ്ണമായ ബോധ്യത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിലൂടെ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. വേറെ ഒന്നും ആവശ്യമില്ല. യഥാർത്ഥമായ വിശുദ്ധ കുർബാനയിലൂടെ വിശ്വാസത്തോടെ, യോഗ്യതയോടെ, കൃപാവരത്തോടെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഓരോ കത്തോലിക്ക വിശ്വാസിയും തയ്യാറാകുമ്പോൾ സഭ വളരുകയാണ്, സഭ വിശുദ്ധീകരിക്കപ്പെടുകയാണ്, സഭ കർത്താവിൻ്റേതായിട്ട് തീരുകയാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ വലിയ ലക്ഷ്യം, ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, എല്ലാവരും ക്രിസ്തുവിലേക്ക്, സഭയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മളിൽ സംഭവിക്കുകയാണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈ ഒരു വലിയ അനുഭവവും ബോധ്യവും സഭാവിശ്വാസികൾക്കെല്ലാം നൽകണമേ. പരിശുദ്ധ കുർബാനയോടുള്ള അവഹേളനങ്ങൾ, അറിവില്ലായ്മയുടെ പേരിൽ ചിലരൊക്കെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, അവയൊക്കെ ക്ഷമിക്കണമേ. ഞങ്ങളെ വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടേതാക്കി മാറ്റുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.